ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 103-ലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതില് ക്വസ്റ്റ്യൻ ആണ്, the following parallelograms, find the distance between the top and the bottom sides. Also find the areas of this parallelogram. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സമാന്തരീകങ്ങളുടെ മുകളിലത്തെ വശവും താഴത്തെ വശവും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക, കൂടാതെ അവയുടെ പരപ്പളവ് കണ്ടുപിടിക്കുക, ഏരിയ ഓഫ് ദി പാരലോഗ്രാംസ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് രണ്ട് പാരലോഗ്രാംസ് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ ആംഗിൾ 45 ആണ്, ഒരെണ്ണം 60 ആണ്. സൈഡ്സ് സെയിം ആണ്, 4 and 2. ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം, ABCD. ഫസ്റ്റ് പോയിന്റ് എന്നതാണ്, വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടോപ്പ് ആൻഡ് ബോട്ടം പാരലൽ സൈഡ്സ്. അപ്പൊ ഇവിടെ ഈ രണ്ട് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എനിക്കത് ഡിയിൽ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാലോ. സോ ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിന് ഞാനൊരു പേര് കൊടുക്കാം, പി എന്നുള്ള പേര് കൊടുക്കാം. ഇവിടെ ഈ ആംഗിൾ അപ്പൊ 90 ആണ്. അപ്പോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഡി പി എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അതാണല്ലോ പെർപെൻഡിക്കുലർ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ട്, അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ഡി പി ആണ്. അപ്പൊ ഡിയിൽ നിന്ന് എ ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് വി ഗോട്ട് എ റൈറ്റ് ട്രയാംഗിൾ ഹിയർ. APD is a right triangle. One angle 45 degree, one angle 90 degree, the other angle will be 45. So it is a 45, 45, 90 triangle. 45, 45, 90 angles ഉള്ള ഒരു ട്രയാംഗിൾ ആണ് APD. അപ്പോൾ നമ്മൾ ഇതിന്റെ ബേസും ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഡി പി എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡി പി വിൽ ബി ഹൈപ്പോട്ന്യൂസ് ബൈ √2. അതായത് ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാല് ബേസും ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ഹൈപ്പോട്ന്യൂസിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ബേസ്. അപ്പോ ഇവിടെ ഡി പി എന്ന് പറയുന്നത് കിട്ടും 2/√2. ഹൈപ്പോട്ന്യൂസിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബേസ്. 2/√2 എന്ന് പറയുന്നത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എളുപ്പമായിട്ട് കിട്ടും. അപ്പോ 2√2/√2 × √2 എന്ന് വരും. 2 × 2 വെട്ടിപ്പോകും, ഈക്വൽ ടു √2. അപ്പോ ഡി പി എന്ന് പറയുന്നത് √2. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്സ് വിൽ ബി √2 സെന്റിമീറ്റർ. അപ്പൊ ഈ രണ്ട് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് √2 സെന്റിമീറ്റർ. ഇനി വളരെ എളുപ്പമാണല്ലോ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് പാരലോഗ്രാം. എന്താ ഫോർമുല? BH എന്ന് പറയുന്നതാണ്. അതായത് 1 സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ടു ദാറ്റ് സൈഡ്. അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് ആ സൈഡിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏരിയ. അപ്പോ BH, ബി എന്ന് പറയുന്നത് 4 ആണ്. ബി എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. ഈ H എന്ന് പറയുന്നതാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. H is equal to √2. അപ്പോ H is equal to √2. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 4√2 സ്ക്വയർ സെന്റിമീറ്റർ. സോ ഏരിയ കിട്ടി. അപ്പൊ ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ABCD എന്നീ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ ഡിയിൽ നിന്ന് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഒരു റൈറ്റ് ട്രയാംഗിൾ കിട്ടി. 1 ആംഗിൾ 45 ആണ് വന്നിരുന്നത്. അപ്പൊ ഇതൊരു ഐസോസെലസ് റൈറ്റ് ട്രയാംഗിൾ ആണ്. ഫോർ ഐസോസെലസ് റൈറ്റ് ട്രയാംഗിൾ ബേസും ഓൾട്ടിറ്റ്യൂഡും ഹൈപ്പോട്ന്യൂസ് ബൈ √2 ആയിരിക്കും. അപ്പൊ ഹൈപ്പോട്ന്യൂസ് ആയ 2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ H കിട്ടി. ദെൻ ബേസ് അറിയാം, ഹൈറ്റ് അറിയാം. BH is the area of the parallelogram. അങ്ങനെയാണ് ഈ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാലോ.
സെക്കൻഡ് പാർട്ട് എങ്ങനെ ചെയ്യും? നൗ ഫൈൻഡ് ഔട്ട് ദി ഏരിയ ഓഫ് ദി സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി പാരലോഗ്രാം. അതായത് അവിടെയും നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏതാ? അവിടെ നമുക്ക് പേര് കൊടുക്കാം പി ക്യു ആർ എസ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പൊ ഒന്ന് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കേ. എന്ത് ചെയ്യണം? ആദ്യത്തെ പോലെ തന്നെ പെർപെൻഡിക്കുലർ വരയ്ക്കണം, ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. അപ്പൊ 90. ഇവിടെ ഞാൻ എസ് എന്ന് പേര് കൊടുത്തു, പി ക്യു ആർ എസ് ടി എന്ന് പേര് കൊടുത്തു, ടി. അപ്പൊ എസ് ടി കണ്ടുപിടിച്ചാൽ മതി. ബേസ് അറിയാം, ഹൈറ്റ് കിട്ടിയാൽ മതി. അപ്പൊ എച്ച് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്, എച്ച്. അപ്പോൾ നോക്കിക്കേ, ഇത് 60 ഡിഗ്രി ആണ്. ഈ ആംഗിൾ എത്ര വരും? 30 ഡിഗ്രി. ഇത് 30 വരും. അതായത് ആംഗിൾ പി എസ് ടി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി വരും. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, സൈഡ് ഓപ്പോസിറ്റ് 30 ഡിഗ്രി എക്സ് എന്നെടുക്കും. സൈഡ് ഓപ്പോസിറ്റ് 60 ഡിഗ്രി √3x ആവും. സൈഡ് ഓപ്പോസിറ്റ് 90 ഡിഗ്രി 2x ആവും. അപ്പൊ ഇവിടെ 2x എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ദിസ് ഈസ് 2 ഗിവൺ. 2x എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2/2, ദാറ്റ് ഈസ് 1. x കിട്ടി. h അപ്പൊ എന്ത് വരും? h എന്ന് പറഞ്ഞാൽ √3x ആണ്. √3x. അപ്പൊ √3 into 1, that is √3 centimeter. So area is equal to BH എന്നാണ് ഫോർമുല. B എത്രയാണ്? 4 ആണ്. H √3 ആണ്. അപ്പൊ 4√3 centimeter square is the area of the second parallelogram. അപ്പോ ഇത് രീതിയിൽ വളരെ ആദ്യത്തേന് നമുക്ക് 4√2 ആയിരുന്നു കിട്ടിയത്, എങ്കിൽ ഇവിടെ 4√3 ആണ് കിട്ടിയത്. അപ്പോൾ ഒരു രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏരിയ ഓഫ് ദി പാരലോഗ്രാം വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.